BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ യൂത്ത് ആൻഡ് സ്പോർട്സ് സുപ്രീം കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെ പ്രസിഡന്റും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ എൻഡ്യൂറൻസ് കപ്പ് 120 കിലോമീറ്റർ പ്രൈവറ്റ് സ്റ്റേബിൾസ് പ്രധാന റേസ് ബഹ്റൈൻ ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് വില്ലേജിൽ നടന്നു. ബഹ്റൈൻ റോയൽ ഇക്വസ്ട്രിയൽ ആൻഡ് എൻഡ്യൂറൻസ് ഫെഡറേഷനാണ് ഈ മത്സരം സംഘടിപ്പിച്ചത്. ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് എല്ലാ മത്സരങ്ങളും നിരീക്ഷിച്ചു. മത്സരത്തിൽ മികച്ച സ്ഥാനം നേടാൻ പന്തയ സാരഥികളുടെ ശക്തമായ പങ്കാളിത്തവും കാണാൻ സാധിച്ചു. ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് വിജയികളെ അഭിനന്ദിക്കുകയും റേസിൽ മത്സരിച്ചവരുടെ പ്രകടനത്തെ പ്രശംസിക്കുകയും ചെയ്തു. ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ എൻഡ്യൂറൻസ് കപ്പ് സീസണിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇവന്റുകളിലൊന്നാണെന്നും ചൂണ്ടിക്കാട്ടി പ്രാദേശികവും അന്താരാഷ്ട്രവുമായ മത്സരങ്ങളിലുണ്ടായ ഉയർന്ന നിലയിലുള്ള പങ്കാളിത്തവും മത്സരത്തിലുണ്ടായിരുന്നു. എൻഡ്യൂറൻസ് സ്പോർട്സിന് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് നൽകുന്ന പിന്തുണയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇത് ഈ കായികരംഗം മെച്ചപ്പെടുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ വിജയങ്ങൾ നേടുന്നതിനും പ്രധാന പങ്ക് വഹിച്ചു. ബഹ്റൈൻ രാജാവിന്റെ സഹധർമ്മിണിയും സുപ്രീം കൗൺസിൽ ഫോർ വിമൻ പ്രസിഡന്റുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസസ് സബീക ബിൻ ഇബ്രാഹിം അൽ ഖലീഫ പ്രിൻസസിന്റെ രക്ഷാകർതൃത്വത്തിൽ ഗ്ലോബൽ വിമൻസ് ഇക്കണോമിക് ഫോറം ആൻഡ് എക്സിബിഷൻ അടുത്ത തിങ്കളാഴ്ച ബഹ്റൈൻ ബേയിലെ ഫോർ സീസൺ ഹോട്ടലിൽ ആരംഭിക്കും. ബഹ്റൈൻ ബിസിനസ് വുമൻ സൊസൈറ്റിയാണ് ഇവന്റ് സംഘടിപ്പിക്കുന്നത്. അവരുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന എക്സിബിഷൻ ജനുവരി 15 സമാപിക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ എക്സിബിഷനിൽ 5 പ്രധാന ചർച്ചകളാണുള്ളത്. ബഹ്റൈൻ ബിസിനസ് വുമൻ സൊസൈറ്റി പ്രസിഡന്റായ യൂസഫ് ജനാഹി ഫോറത്തിനും പ്രദർശനത്തിനും പിന്തുണ നൽകിയ സ്പോൺസർമാർ, കമ്പനികൾ എന്നിവരെ അഭിനന്ദിച്ചു. പ്രദർശനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സേവന, ബിസിനസ് മേഖലകളെയും കമ്പനികളെയും പ്രതിനിധീകരിക്കുന്ന 38 പ്രതിനിധികൾ പങ്കെടുക്കും. കൂടാതെ വിവിധ വിഷയങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 50 പ്രസംഗകരും പങ്കെടുക്കും. ബഹ്റൈനിലെ സംരംഭകർക്കായി IYC ഇന്റർനാഷണൽ ബഹ്റൈൻ ബിസ് മാസ്റ്റർ എന്ന പേരിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മനാമ KCT ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത ബിസിനസ് ട്രെയിനറും ഗിന്നസ് അവാർഡ് ജേതാവുമായ ഗിന്നസ് റഷീദ് ക്ലാസുകൾ നയിച്ചു. IYC ബഹ്റൈൻ ചെയർമാൻ നിസാർ കുന്നംകുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ ഫിറോസ് നങ്ങാരത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ IYC ഭാരവാഹികളായ അനസ് റഹീം, സൽമാനുൽ ഫാരിസ്, അബിയോൺ അഗസ്റ്റിൻ, മാധ്യമപ്രവർത്തകനായ രാജീവ് വെള്ളിക്കുത്ത്, സുരേഷ് പൂണ്ടൂർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഗലീൽ സ്കൈവീൽ, സയ്യിദ്, പ്രദീപ് റിലയൻസ്, സലീഷ് റിലയൻസ്, അഷ്ടൽ കുഞ്ഞിക്ക, സഫി നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈനിലെ ആലപ്പുഴ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ വിന്റർവെൽ എന്ന പേരിൽ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജെയ്സൺ കൂടാമ്പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അനൂപ് പള്ളിപ്പാട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹരീഷ് ചെങ്ങന്നൂർ ക്രിസ്മസ് ന്യൂ ഇയർ സന്ദേശവും കൈമാറി. തുടർന്ന് കുട്ടികളുടെ വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി. വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ കറ്റാനം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭാവഗായകൻ P. ജയചന്ദ്രന്റെ നിര്യാണത്തിൽ കേരള മാപ്പിള കലാ അക്കാദമി ബഹ്റൈൻ ചാപ്റ്റർ അനുശോചിച്ചു. KMCC ഹാളിൽ നടന്ന യോഗം അക്കാദമി മുഖ്യ രക്ഷാധികാരി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. അക്കാദമി പ്രസിഡന്റ് അബ്ദുൽ സലാം, AP സെക്രട്ടറി അഷ്റഫ് കുന്നത്തുപറമ്പിൽ, സുബൈറ തോളി, സിദ്ദീഖ് കരിപ്പൂർ, മുഹ്സീൻ മൂപ്പൻ, വാഹിദ് ബിയാത്തൽ എന്നിവർ സംസാരിച്ചു. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന സ്പെഡെക്സ് ദൗത്യത്തിന്റെ അവസാന ഘട്ടം വൈകും ട്രയൽ പൂർത്തിയാക്കിയെന്ന് ESRO അറിയിച്ചു. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 3 മീറ്ററിൽ എത്തിച്ച ശേഷം വീണ്ടും കൂട്ടി വിവരങ്ങൾ വിലയിരുത്തിയ ശേഷം അടുത്ത ഘട്ടം പൂർത്തിയാക്കും. ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള 3ാം ശ്രമമാണ് ഇന്നലെ അവസാന ഘട്ടത്തിലെത്തിയത്. ഇന്നലെ രാവിലെ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 15 മീറ്ററിൽ നിന്ന് 3 മീറ്ററിലേക്ക് എത്തിച്ച ശേഷം വീണ്ടും അകലം കൂടുകയായിരുന്നു. ദൗത്യം സാങ്കേതിക കാരണങ്ങളാൽ മുൻപ് 2 തവണ മാറ്റിവെച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെ 2 ഉപഗ്രഹങ്ങളും അതിന്റെ വേഗത കുറച്ച് ഡോക്കിങ്ങിന് സജ്ജമാക്കുമെന്നായിരുന്നു ESRO നൽകിയ റിപ്പോർട്ടുകൾ. വിദ്യാർത്ഥിനി 64 പേർ പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ ചില വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു. മക്കൾ അറസ്റ്റിലായതിന്റെ ഞെട്ടലിലായ മാതാപിതാക്കളും ബന്ധുക്കളുമാണ് സ്റ്റേഷനിലെത്തിയത്. എന്നാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോ പ്രതിയെയും പിടികൂടിയതെന്നും പോലീസ് പറഞ്ഞു. രാത്രിയിൽ വീട് വളഞ്ഞാണ് ചിലരെ കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിലൂടെ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ചാറ്റ് ചെയ്ത ശേഷം പീഡിപ്പിച്ചവരെയാണ് പിടികൂടിയതെന്നും അന്വേഷണ സംഘം പറഞ്ഞു. അതിനിടെ 64 പേർ പീഡിപ്പിച്ചെന്ന വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ വിപുലമായി അന്വേഷിക്കാൻ DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ 25 അംഗ സംഘത്തെ നിയോഗിച്ചു. പത്തനംതിട്ട പോലീസ് ചീഫ്
VG വിനോദ് കുമാർ, ഡിവൈഎസ്പി എസ് നന്ദകുമാർ, പത്തനംതിട്ട ഇലവുന്തറ, റാന്നി വനിതാ പോലീസ് എസ്എച്ച്ഒമാർ എന്നിവർ ടീമംഗങ്ങളാണ്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ 14 FIRകളാണ് രജിസ്റ്റർ ചെയ്തത്. അറസ്റ്റിലാകുന്നവർക്കെതിരെ 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അറസ്റ്റ് ഭയന്ന് പ്രതികളിൽ പലരും ഇതിനകം ഒളിവിൽ പോയതും അന്വേഷണം വിപുലപ്പെടുത്താൻ കാരണമായി. ശബരിമല മകരവിളക്ക് ഉത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ തിരക്കിലാണ് ജില്ലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ. മകരവിളക്ക് കഴിഞ്ഞാൽ അന്വേഷണം വേഗത്തിലാക്കും. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ചേക്കുമെന്ന് സൂചന. തിങ്കളാഴ്ച രാവിലെ 9:30 തിരുവനന്തപുരത്ത് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. സമൂഹ മാധ്യമത്തിലൂടെയാണ് അൻവർ ഇക്കാര്യം അറിയിച്ചത്. സ്വതന്ത്രനായി ജയിച്ച അൻവർ തൃണമൂലിൽ അംഗത്വം എടുത്താൽ അയോഗ്യത നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലിലാണ് പുതിയ നീക്കം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ 13 രാവിലെ 9:30 തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം സംഘടിപ്പിക്കുന്നു. എല്ലാ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് സമൂഹ മാധ്യമത്തിൽ അൻവർ കുറിച്ചത്. ഇതോടൊപ്പം ചിരിച്ചു നിൽക്കുന്ന ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത്. പാർട്ടി നേതാവ് അഭിഷേക് ബാനർജിയാണ് അൻവറിന് അംഗത്വം നൽകിയത്. ഔദ്യോഗിക എക്സ് പേജിലൂടെ അൻവറിന് അംഗത്വം നൽകിയ വിവരം തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിരുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്കായി അൻവറുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. കാട്ടുപന്നി ആക്രമണത്തിൽ ആദിവാസി ഗ്രഹനാഥന് ഗുരുതര പരിക്ക്. ഉപ്പുകുന്ന് മുറുകെട്ടിപ്പാറയ്ക്കടുത്ത് താമസക്കാരനായ പൊന്തൻ ബ്ലാക്കൽ PR രാജനാണ് കൈക്ക് പരിക്കേറ്റത്. വലതു കൈ പന്നിയുടെ തേറ്റ തട്ടിപ്പിളർന്നു. വിരലിനും പരിക്കുണ്ട്. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഞായറാഴ്ച പുലർച്ചെ 5ഓടെ വളർത്തുനായയുടെ നിർത്താതെയുള്ള കുരകേട്ട് വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് രാജനെ കാട്ടുപന്നി ആക്രമിച്ചത്. പ്രദേശത്ത് ഏറെ നാളായി കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് വെടിവെച്ച് കൊല്ലാനുള്ള നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.